നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ഇനി 20 ദിവസം. കളം പിടിക്കാൻ എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാണ്. തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുമ്പോൾ കൂടുതൽ അഴിമതി കഥകൾ പുറത്താകുന്നു. വാദപ്രതിവാദങ്ങൾക്ക് മൂർച്ച കൂടുന്നു. ദേശീയ തലത്തിൽ ബിജെപി വിരുദ്ധ നയം പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ പോരാട്ടത്തിനിറങ്ങുന്നത് വയനാട്ടിൽ മത്സരിക്കുന്നതാകട്ടെ ബിഡിജെഎസിന്റെ തുഷാർ വെള്ളാപ്പള്ളിയും. വയനാട്ടിൽ രാഹുലിനെ നേരിടാനുള്ള ആക്കം ബിജെപിക്കില്ലെന്ന് വ്യക്തമായി അറിയുന്ന ബിജെപി തങ്ങളുടെ ആശങ്ക പരമാവധി മറച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതേസമയം സ്ഥാനാർത്ഥി നിർണയം മുതൽ വ്യക്തതയോടെ പ്രവർത്തനങ്ങൾ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധികളാവട്ടെ 20 ലോക്സഭാ മണ്ഡലവും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. ചിട്ടയായ പ്രചരണ പരിപാടികളുമായി കളം പിടിക്കുകയാണ്. സ്വാഗതം എല്ലാ മാന്യപ്രേക്ഷകർക്കും തെരഞ്ഞെടുപ്പ് കാഴ്ചയിലേക്ക്. സോണിയാഗാന്ധിയെയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെയും പ്രതിരോധത്തിലാക്കുന്ന കേസാണ് 2G സ്പെക്ട്രം. 2G അഴിമതി കേസിൽ ആരോപണ വിധേയമായ യൂണിടെക് കമ്പനിയുമായി എഐസിസി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വ്യാപാര ബന്ധമുണ്ടെന്നും യൂണിടെക് മാസം തോറും ലാഭവിഹിതമായ 4 ലക്ഷത്തിലേറെ രൂപ രാഹുലിന് നൽകിയിരുന്നതായും ഒരു ഇംഗ്ലീഷ് വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്തു. 2G സ്പെക്ട്രം അഴിമതി പുറത്തുവന്ന സമയത്തും രാഹുലിന് പ്രസ്തുത കമ്പനിയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2004-ൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആസ്തിയായി രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകിയിരുന്നത് 55 ലക്ഷമായിരുന്നു. എന്നാൽ 2014-ലാകട്ടെ വരുമാനം 9 കോടിയായി ഉയർന്നു. ഇത് കള്ളപ്പണക്കാരുമായുള്ള ബന്ധം മൂലമാണെന്ന് ബിജെപിയും. വിഷയത്തിലെ ജനങ്ങളുടെ പ്രതികരണം അറിയാം ജനശബ്ദത്തിലൂടെ. രാഹുൽ ഗാന്ധിയും കുടുംബവും വെള്ളരിപ്രാവുകളുടെ കുടുംബമൊന്നുമല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. 2G സ്പെക്ട്രം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഓഫീസിന് വരെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായതാണ്. ഇന്നിതാ അതിൽ രാഹുൽ ഗാന്ധിക്കും പങ്കുണ്ടെന്ന് ഒരു തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ തെളിവ് നമ്മുടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോധ്യപ്പെടുവാനും തിരിച്ചറിവ് ഉണ്ടാകുവാനുമുള്ള ഒരു അവസരമാണ്. അഴിമതിക്കാർ ആരായാലും അവരെ വെച്ച് പൊറുപ്പിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമല്ല. കാരണം ഈ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും അവര് പാരമ്പര്യമായിട്ട് തന്നെ അഴിമതി തുടർന്നുകൊണ്ട് ഭരണത്തിൽ ഇരുന്നിട്ട് കൂടുതൽ അഴിമതിയിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. പക്ഷെ ജനങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഇതൊന്നും തന്നെ അംഗീകരിക്കുകയില്ലെന്നാണ് ഇവർ ധരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ തന്നെ കാലാകാലം മാറ്റം സംഭവിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം അവിടെ എങ്ങും തന്നെ നിലനിൽപ്പില്ല എന്ന് കണ്ടതുകൊണ്ട് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വന്നിരിക്കും. അപ്പൊ 2G സ്പെക്ട്രം അഴിമതിയിൽ ഏറ്റവും വലിയ ആക്ഷേപം നേരിട്ട അഥവാ അഴിമതിയിൽ നേരിട്ട് പങ്കാളിയായ യൂണിടെക് എന്ന സ്ഥാപനവുമായി ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി കരാർ ഒപ്പിട്ടു എന്നൊരു വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വലിയ സാമ്പത്തിക അഴിമതി നടത്തുന്ന കമ്പനിയുമായി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി ഈ അവിശുദ്ധ കൂട്ടുകെട്ട് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കും. ഇപ്പോൾ വരുന്ന വാർത്ത 2G സ്പെക്ട്രം അഴിമതി കേസിൽ പ്രധാനപ്പെട്ട കക്ഷിയായിരുന്ന യൂണിടെക്കുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ബന്ധമുള്ളതായി കാണിക്കുന്ന എഗ്രിമെൻറ്റുകൾ പുറത്തുവിടുന്നതാണ്. ഇന്ത്യ രാജ്യത്തിനകത്ത് അഴിമതി എല്ലാ തെരഞ്ഞെടുപ്പുകളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയോടൊപ്പം തന്നെ അഴിമതിയും ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. തീർച്ചയായും രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള ബന്ധമാണ് ഇതിലൂടെ നമ്മൾക്ക് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അപ്പോൾ അദ്ദേഹം ഒരു ജെനുവിനിറ്റിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്നോ അല്ലെങ്കിൽ ഒരു നേതാവാണെന്നോ ഉള്ള കോൺഗ്രസ്സുകാരുടെ അടിസ്ഥാനം ഇല്ലാതാവുകയാണ് ഈ അഴിമതി കേസ് പുറത്തു വരുമ്പോൾ. അതായത് ഇത്തരത്തിലുള്ള വലിയ അഴിമതികൾ നടത്തുന്ന കോർപ്പറേറ്റുകളുടെ കൂടെ നിൽക്കുന്ന രാഹുൽ ഗാന്ധി എത്രത്തോളം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നുള്ള കാര്യം ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒന്നാം UPA കാലഘട്ടത്തിൽ വന്നിട്ടുള്ള 2G ഇൻസ്പെക്ഷൻ കേസിൽ പ്രധാന കണ്ണി രാഹുൽ ഗാന്ധിയാണെന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വയനാടിനെ പൂർണ്ണമായിട്ടും പ്രതികൂല സാഹചര്യത്തിലാണ് നിർത്തുക. അത് വയനാടിന് ഗുണമായിട്ട് ഒരിക്കലും മാറുകയില്ല.
തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വാദപ്രതിവാദങ്ങൾ സ്ഥിരം കാഴ്ചയാണ്. ഹിന്ദു സമൂഹത്തെ പേടിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സുരക്ഷിത മണ്ഡലം തേടി ഓടിയ രാഹുൽ അഭയാർത്ഥിയെന്ന് ബിജെപി പറയുന്നു. വർഗീയ കാർഡിറക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന നരേന്ദ്രമോദിക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നുണ്ട് വൻ വിമർശനം. എന്നാൽ ജനവിരുദ്ധ നയങ്ങൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിലെ കരടായ ബിജെപിയും പരിതാപകരമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസും തങ്ങൾക്ക് പോകുന്ന എതിരാളികളെ അല്ല എന്ന് ഇടതുപക്ഷവും. കാണാം നേതാവിന്റെ വാക്കുകൾ. ഇപ്പം രാജ്യത്ത് പരതിയാൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഉറപ്പായി ജയിക്കും എന്ന് കാണുന്ന ഒരു മണ്ഡലമില്ല എന്താണ് അവസ്ഥ. അത്ര പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ പഴയ നേതൃനിര കോൺഗ്രസിനോടൊപ്പം തന്നെയുണ്ടോ? അവരിൽ നല്ലൊരു ഭാഗം ബി ജെ പിയുടെ കൂടെയാണ്. ബി ജെ പിയുടെ വിവിധ മന്ത്രിസഭകളിൽ, ബി ജെ പിയുടെ പാർലമെന്റ് അംഗങ്ങളിൽ, ബി ജെ പി നേതാക്കളിൽ നേരത്തെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നവരാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. RSSന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ഭരണമാണ് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും BJP കാഴ്ചവെച്ചിട്ടുള്ളത്. What is the Congress doing today? They have decided to field the Congress president from Kerala and field from a seat where the BJP has no presence. So what is the message the Congress wants to give? That their priority is to defeat the LDF and not the BJP. If you want to fight somewhere from the south, go like your grandmother and your mother who fought from Karnataka. Why are you coming to Kerala? What is the message you are giving? If the message you are giving is to defeat the LDF and not the BJP, if you don't want to save the India but to defeat the left, then the people of Kerala will give you a fitting rebuff. The Congress president must understand, will give a fitting rebuff that if you are afraid that in Amethi you may lose your seat and therefore you come to Wayanad, in Wayanad also you are not safe and secure. അമേഠിയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എങ്ങനെ വരുന്നു എന്ന് ഞങ്ങൾ നോക്കി ആർക്കാണോ BJPയെ തോൽപ്പിക്കാൻ കഴിയുക അവർ വോട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ ഞങ്ങൾ പൊതുവായി എടുത്തിരിക്കുന്നത് BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുമെന്നാണ്. പടക്കളത്തിൽ നിന്ന് BJPയെ നേരിടാൻ തയ്യാറാകാതെ ഓടിയൊളിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥികൾ വരട്ടെ, വരുന്നത് നോക്കിയിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. എൻ്റെ ഈ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഉരുത്തിരിഞ്ഞു വരുന്നത് നോക്കിയാൽ ജയിക്കാൻ സാധ്യതയില്ല. ഒരു അഭയാർത്ഥിയെ പോലെ എത്തുമ്പം ഞങ്ങളുടെ വാക്കതാണ്, അഭയാർത്ഥികളെ നമ്മൾ ഒരിക്കലും മോശക്കാരാക്കാറില്ല. ഒരു അഭയാർത്ഥിയെ പോലെ ഇവിടെ എത്തിയിരിക്കുന്നു. അത് മുസ്ലിം ലീഗിൻ്റെ വോട്ടിനെ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ആ മുസ്ലിം ലീഗിൻ്റെ ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇത് പച്ചയ്ക്കുള്ള വർഗീയതയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത്. പ്രധാനമന്ത്രി ജനങ്ങളെ ജാതിയുടെ പേരിൽ തരം തിരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കാണേണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഉയർച്ചയിൽ, ജനകീയ അംഗീകാരത്തിൽ അദ്ദേഹവും സമനില തെറ്റിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കണക്കൊക്കെ തെറ്റാ. എന്നിട്ടാണ് പ്രധാനമന്ത്രി തെറ്റായ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രധാനമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വിധത്തിലുള്ള പ്രതികരണം നടത്തിയത്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്. സുരേഷ് ഗോപിയെ പോലുള്ള രാഷ്ട്രീയ അടിത്തറയില്ലാത്ത സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തിറക്കി കോൺഗ്രസിനെ സഹായിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും എന്നാൽ അത്തരം നീക്കങ്ങൾ തൃശൂർ മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തള്ളിക്കളയുമെന്നും രാജാജി മാത്യു തോമസ് വ്യക്തമാക്കി. കേൾക്കാം സ്ഥാനാർത്ഥിയുടെ വാക്ക്. നല്ല
അതാ നമ്മൾ നല്ല ഒരു പൂർണ്ണ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി മുതൽ ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികളൊക്കെ വളരെ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് പോകാനും അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. പിന്നെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ടാണ് വരുന്നത്. സ്ഥാനാർത്ഥിയായി വന്നൊരാൾ പെട്ടെന്ന് രംഗത്തു നിന്ന് നിഷ്ക്രമിക്കേണ്ടി വരിക, അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വരവോട് കൂടിയിട്ട് കോൺഗ്രസിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഫലത്തിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർക്കൊക്കെ അസ്തമിച്ചു കഴിഞ്ഞു. ഇതുകൊണ്ട് യാതൊരു കാര്യമില്ലെന്ന് അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് അവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും വലിയ ജനാധിപത്യ ശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്ന് സാമാന്യ ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളൊരു സാധാരണ വിജയമല്ല, ഒരു ബമ്പർ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി കാണാം ചില കൗതുക കാഴ്ചകൾ. പ്രചാരണ രംഗത്ത് വ്യത്യസ്ത പരീക്ഷണങ്ങൾ നടത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇറങ്ങിയ സാരികൾ ശ്രദ്ധേയമാവുകയാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിന്റെ പ്രചരണാർത്ഥം ആണ് സാരികൾ ഒരുക്കിയിരിക്കുന്നത്. വെള്ളനിറമുള്ള സാരിയിൽ ആലേഖനം ചെയ്ത അരിവാൾ ചുറ്റിക നക്ഷത്രം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിനായി വോട്ടഭ്യർത്ഥിച്ച് വീടുകളിൽ വരുന്ന സ്ത്രീകളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഇത്തരത്തിൽ സാരി അണിഞ്ഞിരിക്കുന്നത്. വെള്ളയും ചന്ദനക്കടലുമായി തയ്യാറാക്കിയിരിക്കുന്ന 1000-ഓളം സാരികളാണ് പ്രചാരണാർത്ഥം ഒരുക്കിയിരിക്കുന്നത്. പ്രിന്റ് ചെയ്ത് സാധാരണ ഈ കൃഷ്ണനൊക്കെ പ്രിന്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ഓരോ കേരള സാരിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഇലക്ഷനോടനുബന്ധിച്ച് നമ്മളിങ്ങനെ സ്ക്വാഡ് ഇറങ്ങുന്ന സമയത്ത് ഒന്നിച്ച് ഒരു പ്രചരണം എന്നുള്ള നിലയ്ക്കാണ്. ശക്തമായ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പലതരം തിരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളാണ് അരങ്ങേറുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വ്യത്യസ്തമായ കാഴ്ചയാവുകയാണ് ഈ സാരി അണിഞ്ഞ സ്ത്രീകൾ. വെള്ളയിൽ ആലേഖനം ചെയ്ത അരിവാൾ ചുറ്റിക നക്ഷത്രവുമായാണ് ഈ സ്ത്രീകൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നത്. ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. ഇനി ചില തിരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടി നോക്കാം. 2G അഴിമതി കേസിൽ ആരോപണ വിധേയമായ യൂണിടെക് കമ്പനിയുമായി AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വ്യവസായ ബന്ധമെന്നാണ് ആരോപണം. യൂണിടെക് മാസം തോറും ലാഭവിഹിതമായ 4 ലക്ഷത്തിലേറെ രൂപ രാഹുലിന് നൽകിയിരുന്നതായും ഒരു ഇംഗ്ലീഷ് വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു. 2G സ്പെക്ട്രം അഴിമതി പുറത്തുവന്ന സമയത്തും വ്യാപാര ബന്ധം തുടർന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ വൻ അഴിമതി ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. 2G സ്പെക്ട്രം കേസിൽ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ട കമ്പനിയാണ് യൂണിടെക്. കമ്പനി ബോർഡംഗവും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വമ്പനുമായ സഞ്ജയ് ചൌധരി 2G സ്പെക്ട്രം കേസിൽ ജയിലിലാവുകയും ചെയ്തിരുന്നു. ഇതേ സ്ഥാപനവുമായി 2009 മുതൽ രാഹുൽ ഗാന്ധിക്ക് ബിസിനസ് ബന്ധമെന്ന ആരോപണമാണ് ഇംഗ്ലീഷ് വാർത്താ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. യൂണിടെക് മാസം തോറും രാഹുൽ ഗാന്ധിക്ക് ലാഭവിഹിതമായി 4.2 ലക്ഷം രൂപ വരെ നൽകിയിരുന്ന രേഖകളും പുറത്തുവന്നു. 2G കേസ് കണ്ടെത്തിയ 2010-ഉം 2011-ലും ബന്ധം തുടർന്നു. 2004-ൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആസ്തിയായി രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകിയിരുന്നത് 55 ലക്ഷം രൂപ. എന്നാൽ 2014-ലാകട്ടെ വരുമാനം 9 കോടിയായി ഉയർന്നു. ഇത് കള്ളപ്പണക്കാരുമായുള്ള ബന്ധം മൂലമാണെന്ന് BJP ആരോപിച്ചു. അതേസമയം ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ AS സമ്പത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. അച്ഛൻ പകർന്നു തന്ന പാഠങ്ങളാണ് ആറ്റിങ്ങലിലെ ജനങ്ങളുടെ സമ്പത്താകാൻ തന്നെ പ്രാപ്തനാക്കിയതെന്ന് സമ്പത്ത് പറഞ്ഞു. അതേസമയം UDF NDA സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിന്റെ കുത്തകയായ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ്. 3 പ്രാവശ്യം മത്സരിച്ച് വിജയിച്ചതിന്റെ അനുഭവവും പരിചയസമ്പത്തുമുണ്ട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ AS സമ്പത്തിന്.
ഓരോ തവണയും മത്സരരംഗത്തിറങ്ങിയപ്പോൾ ജനങ്ങൾ സമ്പത്തിനൊപ്പമുണ്ടായിരുന്നു എന്നതാണ് ഓരോ തവണത്തെയും ഭൂരിപക്ഷ വർധനവ് സൂചിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് നൽകിയ വാക്കുകൾ പാലിച്ച് വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കി അച്ഛൻ പകർന്നുതന്ന പാഠങ്ങളാണ് ആറ്റിങ്ങലിലെ ജനങ്ങളുടെ സമ്പത്താകാൻ തന്നെ പ്രാപ്തനാക്കിയതെന്നും അതുകൊണ്ട് തന്നെ വീണ്ടും നിറഞ്ഞ മനസ്സോടെ ജനങ്ങൾ തന്നെ സ്വീകരിക്കുമെന്നും സമ്പത്ത് പറഞ്ഞു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ളതായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കൃത്യമായും അത് ജനപക്ഷ നിലപാടുകൾ തന്നെയാണ്. സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ LDF ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പരിപാടികൾ അത് ജനങ്ങൾക്ക് വാസ്തവത്തിൽ ഹൃദയത്തിൽ തട്ടിയ അനുഭവവേദ്യമായിട്ടുള്ളതാണ്. ഇത് രാജ്യത്തിന് മാതൃകയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങളത് ജനങ്ങളോട് അത്തരത്തിൽ തന്നെയാണ് സംവദിക്കുന്നത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്തിന്റെ രണ്ടാം ഘട്ട പ്രചരണ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സമ്പത്തിനെ സ്വീകരിക്കുവാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വീണ്ടും സമ്പത്ത് തന്നെ ആറ്റിങ്ങലിൽ വിജയിക്കുമെന്നാണ് വോട്ടർമാരുടെ പ്രതീക്ഷ. സമ്പത്തിനെ കുറിച്ച് പറയുവാൻ ആറ്റിങ്ങലിലെ വോട്ടർമാർക്ക് 100 നാവാണ്. നമുക്ക് 100% പ്രതീക്ഷയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ വികസനം പൂർണ്ണതോതിൽ നടപ്പാക്കാൻ കഴിഞ്ഞ ഒരു MP-യാണ് നമ്മുടെ ഡോക്ടർ സമ്പത്ത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ MP-മാരുടെ നമ്പർ 1 MP എന്ന പേരെടുത്ത ആളാണ്. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് ജയിച്ചതിനേക്കാളും വൻപിച്ച ഭൂരിപക്ഷത്തിലായിരിക്കും ഇപ്രാവശ്യം സമ്പത്ത് വിജയിക്കുക. അതിൽ ജനാധിപത്യത്തിനും ജനവിശ്വാസികൾക്കും യാതൊരു സംശയവുമില്ല. വർഷങ്ങളായി ഇടതുപക്ഷം കയ്യിലൊതുക്കിയിരുന്ന ചുവപ്പിന്റെ ചരിത്രമുള്ള ആറ്റിങ്ങലിനെ തിരിച്ചുപിടിക്കാൻ 18 അടവും പയറ്റിപ്പൊരുതുകയാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പ്രതീക്ഷ കൈവിടുന്നില്ല. BJPക്ക് ഒട്ടും വേരോട്ടമില്ലാത്ത ആറ്റിങ്ങലിൽ മത്സരിക്കുവാൻ പാർട്ടി പറഞ്ഞതിലുള്ള അമർഷമുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ അതൊന്നും പുറത്തുകാട്ടാതെ മണ്ഡലം പിടിക്കുവാനുള്ള തിരക്കിലാണ്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും നിരവധി പേരാണ് ഡോക്ടർ എ സമ്പത്തിനെ സ്വീകരിക്കുവാൻ വേണ്ടി നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിന്റെ ചുവപ്പ് കോറിയിട്ട മണ്ണിൽ ആറ്റിങ്ങലിന്റെ ത്രികോണ മത്സരത്തിൽ സമ്പത്തിന് തന്നെയാണ് മുൻതൂക്കമെന്നും പറയേണ്ടി വരും. ക്യാമറ വുമൺ ഷാജിലയ്ക്കൊപ്പം റിനു ശ്രീധർ. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി VN വാസവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ വരണാധികാരി കളക്ടർ PK സുധീർ ബാബു മുമ്പാകെ 2 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. അക്ഷര നഗരത്തെ ചുവപ്പിച്ച പ്രകടനവുമായാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പണത്തിന് എത്തിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നായിരുന്നു പ്രകടനത്തിന്റെ തുടക്കം. തിരുനക്കരയിലെത്തിയപ്പോൾ പ്രവർത്തകരും പൌരപ്രമുഖരും ഒപ്പം ചേർന്നതോടെ ആവേശം ഇരട്ടിയായി. പാതയോരങ്ങളിൽ നിലയുറപ്പിച്ചവർ സ്ഥാനാർത്ഥിയെ മാലയിട്ട് സ്വീകരിച്ച് അഭിവാദ്യം ചെയ്തു. പ്രവർത്തകർ ഉയർത്തിയ ആവേശത്തിരമാലയുടെ പിൻബലത്തോടെ പ്രകടനം കളക്ടറേറ്റിന് സമീപത്തേക്ക്. LDF നേതാക്കളായ CK ശശിധരൻ, TR രഘുനാഥൻ, MLA-മാരായ അഡ്വക്കേറ്റ് K സുരേഷ് കുറുപ്പ്, CK ആശ എന്നിവർക്കൊപ്പം ജില്ലാ വരണാധികാരിയുടെ ചേംബറിലെത്തി പത്രികാ സമർപ്പണം. നാടൊന്നാകെ ഒഴുകിയെത്തിയാണ് പിന്തുണ നൽകിയതെന്ന് സ്ഥാനാർത്ഥി VN വാസവൻ പറഞ്ഞു. ഓരോ ഘട്ടം കഴിയുമ്പോഴും LDF-ന്റെ സുനിശ്ചിതമായ വിജയം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആവേശകരമായ അനുഭവമാണ് എങ്ങും എവിടെയും അനുഭവപ്പെടുന്നത്. പത്രികാ സമർപ്പണ നടപടികൾ പൂർത്തിയായതോടെ LDF പ്രചാരണം 4ാം ഘട്ടത്തിലേക്ക് കടന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ പ്രവർത്തകർ ആവേശത്തിലായി. വരും നാളുകളിൽ ഈ വാർത്ത വാക്കുകളുമായി ദേശീയ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യം മണ്ഡലത്തിലുണ്ടാകും. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അണികൾക്ക് ആവേശം നൽകാൻ പ്രചരണ ഗാനങ്ങളും ഉണ്ടാവും. കാണാം തെരഞ്ഞെടുപ്പ് മേളക്കൊഴുപ്പ് ഉച്ചഭാഷണിയിലൂടെ. ഇതോടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.